ജലദോഷം വരുമ്പോൾ ജലദോഷം, കഫക്കെട്ട്, തുമ്മല് ഇതെല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതെല്ലാം അസോസിയേറ്റഡ് വിത്ത് പനിയാണ്. കാരണം ഒരു രോഗം വരുമ്പോൾ അതിന്റെ കൂട്ടായിട്ട് കുറച്ച് ആളുകൾ വരും. രാജാവ് വരുമ്പോൾ പരിവാരങ്ങൾ വരുന്ന പോലെ ചിലപ്പോൾ ആദ്യം പനി വരും, എന്റെ കൂടെ ജലദോഷം വരും, ചിലപ്പോൾ ജലദോഷം ആദ്യം വരും, എന്റെ കൂടെ പനി വരും. അതിന് നമുക്ക് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് S5 സൂപ്പർ 5. 5 ഔഷധികൾ, കരിഞ്ചീരകം, ആര്യവേപ്പ്, തുളസി, കറ്റാർവാഴ, പുതിന തുടങ്ങിയ 5ഓളം ഔഷധികൾ ചേർത്തുണ്ടാക്കി നമുക്ക് കഴിക്കാം. ഒപ്പം നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള താരമാണ് ഗാമോറൈസനോൾ. ഇത് 2 കഴിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത്. ഗാമോറൈസനോൾ കഴിക്കുക ജനറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, ഞാൻ അത് ഒടുവിൽ പറയാം. അപ്പോ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഗിലോയ് തുളസി കഴിക്കാം, നമ്മുടെ സഞ്ജീവനി പ്രാശ് കഴിക്കാം. പിന്നെ നമുക്ക് പൊതുവെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ ഗ്രീൻ ടീ ഒരെണ്ണം കഴിക്കുക. 1-2 കഴിക്കാം. ഗ്രീൻ ടീയുടെ പ്രത്യേകത സാധാരണ ഗ്രീൻ ടീ കഴിക്കാൻ യാതൊരു ടേസ്റ്റും ഇല്ലാത്തതാണ്. പക്ഷെ ഇതിൽ എന്തൊക്കെ ചേരുവകളാണ് ചേർത്തേക്കുന്നത്? അതിന്റെ കൂടെ ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർക്കും, കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഇത് കഴിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ഗ്രീൻ ടീ ഉപയോഗിക്കാം. അത് ചെറിയ തരത്തിലുള്ള കഫക്കെട്ട്, തുമ്മല് ഒക്കെ വരുന്ന സമയത്ത്, ഈ തുമ്മലൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം പൊതുവെ ആളുകൾ ഉപ്പ് നന്നായിട്ട് കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ ഉപ്പിന്റെ അളവ് വളരെ കുറയ്ക്കുക. ഉപ്പ് ഒരു ടേസ്റ്റ് മേക്കർ മാത്രമാണ്, എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. ഉപ്പുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറ. വെരിക്കോസ് വെയിന്റെ നമ്പർ 1 കാരണമാണ് ഉപ്പ്. അതുപോലെ തന്നെ മെമ്മറി ലോസ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം ഉപ്പാണ്. അതുപോലെ വെരിക്കോസ് വെയിൻ, മെമ്മറി, പിന്നെ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ബേസിക് റീസൺ ഉപ്പാണ്. അപ്പൊ ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക. ഈ പറഞ്ഞ അസുഖങ്ങളുള്ള ആളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു രോഗിയുടെ രോഗാവസ്ഥയെ അസസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 2-3 ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ആർട്സിംഗ് ബിസിനസ്സിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പോൾ ആളുകൾ വെറുതെ കുറെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയും. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടും. അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് കിട്ടും. അതനുസരിച്ച് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പനി, ചുമയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഒരു 6 കൂട്ടം ചേരുവകൾ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാൻ മുൻപും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. 1 ടീസ്പൂൺ ചായ് മസാല, ഇതിന്റെ റേഷ്യോ ആണ്. അപ്പൊ അളവ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അത് കൂടുതൽ അളവിൽ നിങ്ങൾ എടുത്താൽ മതി. 1 ടീസ്പൂൺ ചായ് മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായം. നമ്മുടെ കായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ കായം സോളിഡ് രൂപത്തിലാണ്, ഖരരൂപത്തിലാണ് നമുക്ക് കിട്ടാറുള്ളത്. ഏറ്റവും കൂടുതൽ കായത്തിൽ വരുന്ന മായമാണ് മൈദ. ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള കായം കിട്ടും. ഇത് നിങ്ങളുടെ വീട്ടിൽ കറിക്ക് ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വയറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് എപ്പോഴെങ്കിലും വരുമ്പോൾ അറ്റ് എനി ടൈം ഈ കായത്തിന്റെ ഒരു ഡബ്ബ വീട്ടിലുണ്ടെങ്കിൽ യു ആർ സേഫ്. നിങ്ങൾക്ക് ഡോക്ടറെ ഓടിപ്പോയി കാണേണ്ടി വരില്ല. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 നുള്ള് കായം നന്നായിട്ട് മിക്സ് ചെയ്ത് കുട്ടികൾക്കും കൊടുക്കാം, മുതിർന്നവർക്കും കഴിക്കാം. ഇൻസ്റ്റന്റ് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. അപ്പോ ഞാൻ പറഞ്ഞ ചുമയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പൊ 1 ടീസ്പൂൺ ചായ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായം, 1 നുള്ള് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, പ്ലസ് ആവശ്യത്തിന് ശർക്കര. നല്ല ജൈവ ശർക്കര നമ്മുടെ ഷോപ്പുകളിലൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ആർസിഎമ്മിന്റെ പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്ന ആളുകളിൽ നമുക്ക് ആർസിഎമ്മിലൂടെ നല്ല ജൈവ ശർക്കര കിട്ടും. അപ്പൊ അതുകൂടി ചേർത്ത് ഒരു ഡബ്ബ റെഡി ആക്കി വെക്കുക. എപ്പോഴാണോ ചുമ വരുന്നത്, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരും, 1 നുള്ളെടുത്ത് വായിൽ ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും ചെയ്യാം. സാധാരണ ആർസിഎമ്മിന്റെ ലീഡേഴ്സിന്റെ ഒരു പ്രത്യേകത ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അവയവം തൊണ്ടയാണ്. അപ്പൊ തൊണ്ടയ്ക്ക് എന്നും പ്രശ്നമാണ്. അപ്പോ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, ഒപ്പം ഈ കഫക്കെട്ട്, തുമ്മലൊക്കെ വരുമ്പോൾ നമുക്ക് ന്യൂട്രിചാർജ് കിറ്റ്സ് കൊടുക്കാം. കാരണം അതിൽ 10ഓളം ഔഷധികളുണ്ട്. കിഴാർനെല്ലിയുണ്ട്, പച്ചമുന്തിരിയുണ്ട്, ഇരട്ടിമധുരമുണ്ട്, പനിക്കൂർക്കയുണ്ട്, അയമോദകമുണ്ട്, ഇഞ്ചിയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, തുളസിയുണ്ട്. ന്യൂട്രിചാർജ് കിറ്റ്സ് 2-3 തവണ കൊടുക്കാം. ആളുകൾ പറയാറുണ്ട്, കുട്ടികൾ ഭക്ഷണം ചോദിക്കില്ല, അത് 3 നേരം കലക്കി കൊടുത്തു, വേറൊന്നും അതിന് ആവശ്യമില്ല. അവരുടെ ബോഡിക്ക് വേണ്ടതെല്ലാം, ഇതൊരു സമ്പൂർണ്ണ പോഷകാഹാരം. പൂർണ്ണതയുണ്ട്. അതിൽ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, ആന്റി ഓക്സിഡന്റുകളുണ്ട്, പ്ലസ് 10ഓളം ഔഷധികളുണ്ട്. കുട്ടികളുടെ സമഗ്രമായ വളർച്ച ഒക്കെ ഉപയോഗിക്കാവുന്ന ഈ പ്രൊഡക്റ്റ് കുട്ടികളുടെ ഹൈറ്റ് കൂട്ടാൻ, അവരുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ, അവരെ വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ, മെമ്മറി കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇഷ്ടംപോലെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവര് വളരെ സ്വകാര്യമായിട്ട് എന്നോട് വന്ന് പറഞ്ഞു, ഉയരം കുറവാണ്, അമ്മയ്ക്ക് ഉയരം കുറവാണ്, അച്ഛനും ഉയരം കുറവാണ്. അപ്പോ എന്നോട് പറഞ്ഞു, ഉയരം ഒന്ന് കൂട്ടണം എന്നുണ്ട്, എന്താ ചെയ്യുക? നമ്മുടെ ന്യൂട്രിചാർജ് കിറ്റ്സ് കഴിച്ചോളൂ. 1.5 മാസം കൊണ്ട് ഒരു ഹൈറ്റ് കൂട്ടി. 1.5 മാസം കൊണ്ട്. സാധാരണ ഒരു 22 വയസ്സ് വരെയാണ് എല്ലുകളിലേക്ക് വളർച്ച. ചിലവർക്ക് 25 വയസ്സ് വരെയൊക്കെ വരും.
അത് ഇന്നലെ വൈകുന്നേരം എന്നെ പേഴ്സണൽ മെസ്സേജ്, ഒരു സ്വകാര്യ മെസ്സേജ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പൊ ന്യൂട്രിചാർട്ട് കിറ്റ്സ്. അപ്പോ നമുക്ക് പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്, തുമ്മല്, ആസ്മ, ഇതിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഈ പറഞ്ഞ കാര്യം ആസ്മാറ്റിക് കംപ്ലൈന്റ് ഒക്കെ നമുക്ക് ന്യൂട്രിചാർട്ട് കിറ്റ്സ് കൊണ്ട് മാറ്റി ആയിരക്കണക്കിന് കേസുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ന്യൂട്രിചാർട്ട് കിറ്റ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ, നമ്മൾ ഉപയോഗിക്കുക. എന്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത്. ഞാനിത് കടയിൽ നിന്ന് കൊണ്ടുവച്ചതല്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുക, നമ്മൾ മറ്റുള്ളവരോട് യൂസ് ചെയ്തതിന് ശേഷം മാത്രം പറയുക. കാരണം ആർസിമിന്റെ ഗ്രീൻ ടീയുടെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ അറിയാതെ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ സാധാരണ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം, കോമൺലി കണ്ടുവരുന്ന പ്രോബ്ലമാണ് തൈറോയിഡ്. അത് 3 ടൈപ്പ് ഉണ്ട്: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ ഗോയിറ്റർ. ഈ തൊണ്ടയിൽ വരുന്ന ചെറിയ തരത്തിലുള്ള ന്യൂഡ്യൂൾസ്, മുള പോലെ വരും. അത് ഇപ്പം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ. ആദ്യകാലങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന രോഗം ഇന്ന് പുരുഷന്മാരും ആ മേഖലയിൽ നന്നായിട്ട് കൈവച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് ആർസിമിൽ ചെയ്യാവുന്ന കാര്യം എന്താണ്? നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ് ഭംഗിയായിട്ട് യൂസ് ചെയ്യുക. തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ നല്ലതാണ് വെജ് ഒമേഗ. വെജ് ഒമേഗ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇതില് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്. കാരണം വെജ് ഒമേഗ ശരിക്കും എന്താ ചെയ്യുന്നത്? നമ്മുടെ സെല്ലുകളെ പ്രൊട്ടക്ട് ചെയ്യണം. സെല്ലുകളിലേക്ക് വരുന്ന ടോക്സിൻസിനെ മുഴുവൻ തടഞ്ഞു നിർത്തി വേണ്ടതിനെ മാത്രം ഉള്ളിലോട്ട് കടത്തി വിട്ട് വേണ്ടാത്തതിനെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒമേഗ 3. ആ ഒമേഗ 3 വെജിറ്റേറിയൻ രൂപത്തിൽ നമുക്ക് ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് യൂസ് ചെയ്യാം. 1, 2, 3 നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ, അത് ഇസ് എ മാസ്റ്റർ പീസ്. ഇതില് 13 തരത്തിലുള്ള പഴങ്ങള്: ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാംഗോസ്റ്റിൻ, ആപ്രിക്കോട്ട്, അവോക്കാഡോ, കിവി, പൈനാപ്പിൾ, നോനി തുടങ്ങി 13 തരത്തിലുള്ള പഴങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ 4 എണ്ണം: ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി. ഈ ഒരൊറ്റ ഗുളിക ഒരുപാട് ആളുകൾ കഴിച്ചിട്ട്, ഫുഡ് സപ്ലിമെന്റ് ആണ്, സ്ത്രീകൾക്കുള്ള ഫുഡ് സപ്ലിമെന്റ് ആണ്. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയും കഴിക്കാവുന്ന ഈ പോഷകാഹാരം കഴിക്കുന്ന സ്ത്രീകൾ ധാരാളം ആളുകൾക്ക് തൈറോയ്ഡ് ഓൾമോസ്റ്റ് നോർമൽ ആയിട്ടുണ്ട്. മരുന്ന് നിർത്തിയ ആളുകളുണ്ട്, ഇഷ്ടം പോലെ ആളുകൾ. എല്ലാവർക്കും എല്ലാ റിസൾട്ടും കിട്ടിക്കൊള്ളുന്നില്ല, ബട്ട് ഒരു 90% കേസുകളും റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും നല്ലതാണ്. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിക്കാം. പ്ലസ് നമ്മുടെ സഞ്ജീവിനി പ്രാശ്. കാരണം തൈറോയ്ഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഹോർമോൺ ഇംബാലൻസ് ആണ്. പിന്നെ നമ്മുടെ സഞ്ജീവിനി പ്രാശ് നല്ലതാണ്. കോമൺലി യൂസ് ചെയ്യാവുന്ന ഒരു മാസ്റ്റർ പീസ് ആണ് ഗാമോറൈസിനോട്. അരിയുടെ തവിട് നിൽക്കുന്ന എണ്ണ കഴിക്കാം, ഡെയിലി 2 നേരം കഴിക്കാം. പ്ലസ് 2 നേരം നമ്മുടെ ഗാമോറൈസിനോട് കഴിക്കാം. ഹൈപ്പോതൈറോയിഡിസത്തിന് എക്സലന്റ് റിസൾട്ട്. കാരണം TSH ലെവൽ കൂടുന്നതൊക്കെ ഒരാഴ്ച കൊണ്ട് 6 എന്നുള്ളത് 4 ആയത് മിനിഞ്ഞാന്ന് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ്. ഇത് ഒരുപാട് പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അപ്പോഴത്തെ തൈറോയ്ഡ് ലെവൽ നോക്കുന്നു. ഇത് 1 നേരം. ഇനി വളരെ ഹൈ തൈറോയ്ഡ് ഉള്ള കേസുകളിൽ നമ്മൾ 2 എണ്ണം വെച്ച് 2 നേരം കഴിക്കാൻ മതി. ഒരാഴ്ച കൊണ്ടൊക്കെ 25-ൽ നിന്ന് 6-ലേക്ക് വന്ന കേസിൽ ഒറ്റ ആഴ്ച കൊണ്ട്. സോ മിറാക്കിൾസ് വിൽ ഹാപ്പൻ പ്രൊവൈഡഡ് ഇഫ് യു നോ അബൌട്ട് ദ പ്രൊഡക്ട്സ് ആൻഡ് ഇഫ് യു യൂസ് ഇറ്റ്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാവർത്തികമാക്കണം. സോ ഗാമോറൈസിനോട് എസ്പെഷ്യലി ഫോർ തൈറോയ്ഡ് വണ്ടർഫുൾ ആയിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ധാരാളം ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ധാരാളം ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തൈറോയിഡിന് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള റെമഡി. ഒന്ന്, തൊണ്ടയ്ക്ക് എക്സസൈസ് കിട്ടാവുന്ന രീതിയിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓങ്കാരം പ്രാക്ടീസ് ചെയ്യാം. ഓം എന്ന് നീട്ടി ചൊല്ലുമ്പോൾ തൊണ്ടയിലെ ഈ ഗ്രന്ഥി നല്ല വൈബ്രേഷൻ കിട്ടും. ഇനി എന്ന് നീട്ടി ചൊല്ലാം, അങ്ങനെയും നമുക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഭ്രാമരി പ്രാണായാമം ചെയ്യാം. ഭ്രാമരി പ്രാണായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ചൂണ്ടാണി വിരൽ കൊണ്ട് നെറ്റിയിൽ സ്പർശിച്ച് മറ്റു 3 വിരൽ കൊണ്ട് കണ്ണുപൊത്തി തള്ളവിരൽ കൊണ്ട് ചെവി അടച്ച് നമ്മൾ ഈ ചുറ്റുപാടുകളിൽ നിന്നും ടോട്ടലി ഐസൊലേറ്റഡ് ആയി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ദീർഘമായി ശ്വാസം പുറത്തോട്ട് വിടുക വിത്ത് എ ഹമ്മിങ് നോയ്സ്. ഒരു സൗണ്ടോടുകൂടി ശബ്ദം പുറത്തോട്ട് വിടുക. ശ്രദ്ധിക്കൂ. ഇങ്ങനെ ഒരു 10 തവണയെങ്കിലും ചെയ്യും. ഇത് മെമ്മറി പവർ കൂട്ടാൻ നല്ലതാണ്. അനുസരണക്കേടുള്ള മക്കളോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുക. അവർക്ക് നല്ല അനുസരണയുണ്ടോ. ഇനി നിങ്ങൾക്ക് അനുസരണ കുറവാണെങ്കിൽ നിങ്ങളും ചെയ്തോളൂ. ഓക്കെ.
ഭ്രാമരി പ്രാണായാമത്തിൽ നമ്മൾ ബ്രെയിന് വൈബ്രേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെയിന് മാത്രമല്ല, തൊണ്ടയ്ക്ക് നല്ല വൈബ്രേഷൻ. അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥി അതിന്റെ ഒപ്റ്റിമം ഫങ്ഷൻ ലെവലിലോട്ട് വരും. ഓക്കെ, ഇത് അറിയാത്ത ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതിന് പറയുന്നതാണ് ഭ്രാമരി. ഭ്രമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ട് മുള്ളുന്ന ഒരു സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത്. തൈറോയിഡിന് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിൻപുറത്ത് നല്ല എള്ളെണ്ണ കിട്ടും. എള്ളെണ്ണ, കുറച്ച് എള്ളെണ്ണ ബാത്റൂമിൽ വെക്കുക. എപ്പോ കുളിക്കാൻ പോകുമ്പോഴും കുറച്ച് എള്ളെണ്ണ എടുത്ത് കഴുത്തിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 തവണ പതുക്കെ ഇങ്ങനെ ടാപ്പ്. വണ്ടർഫുൾ റിസൾട്ടാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നന്നായിട്ട് വെയിൽ കൊള്ളുക. നന്നായിട്ട് വെയിൽ കൊള്ളുക. നമ്മൾ വെയിൽ കൊള്ളാത്തൊരു ജനതയാണ്. അതുകൊണ്ട് ഏറ്റവും വെയിൽ കൊള്ളാത്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടുള്ള ദോഷം എന്താണ്? എല്ലാവർക്കും തൈറോയിഡാണ്.